ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലയിൻറ്റുകൾ പറഞ്ഞ് ഇൻഡിക്കേറ്റർ ബാക്കിലത്തെ രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ലെഫ്റ്റ് സൈഡിൽ സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കണം. ഹാൻഡിൽ ചെക്ക്, ഇപ്പോൾ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ, കാരണം ഫോർക്കിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടുണ്ട്. അത് കൂടാതെ ഹാൻഡിൽ ബാറിൻ്റെ റബ്ബറൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് അവിടെയും അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ജനറലായിട്ട് സർവീസ്, വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ മാറ്റണം. ഓയിൽ ചെക്കപ്പ് മാത്രം നടത്തിയാൽ മതി. അല്ല മാറ്റമല്ല, ചെക്കപ്പ് മാത്രം നടത്തിയാൽ മതി. ഇത്രയാണ് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചേക്ക് വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാനുണ്ട്. കമ്പനി ലൈൻഡർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റിസീറ്റ് ചെയ്യാം. ബാക്ക് വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി പൊട്ടിയേക്കാം, 2-3 പൊട്ടിയുണ്ട്. അത് കിറ്റായിട്ടേ വരുള്ളൂ. അതൊന്ന് മാറ്റി കളയണം. ബാക്ക് ടയറൊക്കെ നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഹബ്ബ്, വീൽ ബെയറും കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ചെയിൻ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. പുതിയ ചെയിനാണ് കിടക്കണം കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ 2 റൈറ്റ് ലെഫ്റ്റ് മാറ്റാനുണ്ട്. പിന്നെ 2 കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. ക്ലച്ചിൻ്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും. ഈ 2 ബ്രേക്ക്, ഒരു ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളും ക്ലച്ച് കേബിളും ടൈറ്റ് ഉണ്ട് കേട്ടോ. അതൊന്ന് മാറ്റിയിടണം നല്ലതാണ്. ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടിക്ക് ഓൾറെഡി ഓടിക്കുമ്പോൾ വണ്ടിക്ക് മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് കംപ്ലയിൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണത് റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ അടിഭാഗത്ത് ദ്രവിച്ചിരിക്കാനാണ് സാധ്യത. കാരണം E20 പെട്രോളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളിപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട കേസാണ്. അത് അഴിച്ച് ക്ലീൻ ചെയ്ത ഒരു പക്ഷേ ഗുണത്തേക്കാളൊരു ദോഷം വരാൻ സാധ്യതയുണ്ട്. ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും വന്നാൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. നിലവിൽ കാർഡിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഈ ഫ്രണ്ട് ഫോർക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് എന്തോ എന്തോ കിട്ടിയിട്ടാണ്. ഫ്രണ്ട് അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്തിടണം. ഹാൻഡിലിൻ്റെ ഇവിടെ വരുന്ന റബ്ബർ ഒരു സൈഡ് അതിൻ്റെ പ്ലേറ്റ് വാഷ് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റബ്ബർ മാറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ലെവലാക്കി എടുക്കാം. ഹാൻഡിൽ 100% പെർഫെക്റ്റിൽ അടിക്കാൻ പറ്റില്ല. പൈപ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ സോളിഡായിട്ടുള്ള കമ്പിയല്ല, അത് അതിൻ്റെ ഉള്ളിൽ പൈപ്പാണ്. ഒരു സൈഡ് നമ്മൾ ബലം പിടിക്കുമ്പോൾ മറ്റേ സൈഡൊക്കെ അലൈൻമെൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവറേജ് അലൈൻമെൻറ്റിലേക്ക് നമുക്ക് ഇട്ടേക്കാം കേട്ടോ. 100% പെർഫെക്റ്റ് പ്രതീക്ഷിക്കരുത്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അത് സെൽഫ് എടുക്കണില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി മാറ്റി വെച്ചാൽ സെൽഫിൻ്റെ ദിവസം നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാം. 2022 വെച്ചാണ് ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ആവറേജ് അടിക്കും. പക്ഷേ ലോഡ് കൊടുക്കുമ്പോൾ 5 വോൾട്ടിലേക്കൊക്കെ പോവാം. 8.5 വോൾട്ടിൽ താഴെ വന്ന കംപ്ലൈൻറ്റാണ്. കാരണം സെൽഫ് മോട്ടർ വർക്കാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മൾ ജനറലായിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ബാറ്ററിയൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. ഞാനിപ്പോൾ ബാറ്ററിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾ പെർമിഷൻ തരാതെ കൊണ്ടൊന്നും നമ്മൾ വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ മാറ്റേണ്ട പാർട്സുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ക്ലാരിറ്റി തന്നാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.